കായൻ ആരെയായിരിക്കും വിവാഹം കഴിച്ചത്? ഇനി സ്വന്തം അമ്മ ഹവ്വായെ തന്നെ ആയിരിക്കുമോ? യുക്തിവാദികൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അവരുടെ പരിമിതമായ അറിവ് വെച്ച്, യഥാർത്ഥമുള്ള ബൈബിൾ കഥകളല്ല കേട്ടോ, യുക്തിവാദികളുടെ വേർഷനാണ്. ബൈബിളിൽ ആദത്തിനും ഹവ്വായ്ക്കും 2 മക്കളുണ്ടായിരുന്നു, കായേനും ആബേലും. ദൗർഭാഗ്യവശാൽ കായൻ ആബേലിനെ കൊന്നു. പിന്നെ ബാക്കിയുള്ളത് കായൻ മാത്രമാണ്. ഈ അറിവ് വെച്ചിട്ടാണ് കായന് പെണ്ണെവിടുന്ന് കിട്ടിയെന്ന് യുക്തിവാദികൾ ചോദിക്കുന്നത്. ഇനിയിപ്പം സ്വന്തം അമ്മയെ തന്നെയാണോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക? ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വാണിംഗ് ഉണ്ട്. ഇതൊരു ട്രാപ്പാണ്. ട്രാപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ കാണാം. പല ക്രിസ്ത്യാനികളും ഇതിന് പല രീതിയിലാണ് കേട്ടോ മറുപടി പറയുന്നത്. ചിലർ പറയും ആദത്തിനെയും ഹവ്വായെയും കൂടാതെ ദൈവം മറ്റു പല മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ അത് ബൈബിളിന് വിരുദ്ധമാണ്. ഇനി നമുക്കിവരുടെ ഈ ചോദ്യത്തിലെ വസ്തുതാപരമായ ചില പിശകുകൾ പരിശോധിക്കാം. ബൈബിൾ അനുസരിച്ച് ആദത്തിനും ഹവ്വായ്ക്കും കായനും ആബേലും മാത്രമായിരുന്നില്ല മക്കൾ. സേത്ത് എന്നൊരു മകൻ്റെ ജനനശേഷം ആദം 800 വർഷം കൂടി ജീവിച്ചിരുന്നുവെന്നും ആദത്തിനും ഹവ്വായ്ക്കും മറ്റ് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നുവെന്നും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാനവും 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലും ഇത് വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആദം 800ഉം 900ഉം വർഷമൊക്കെ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പം ചോദിച്ചേക്കാം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. 1, ആദത്തിനും ഹവ്വായ്ക്കും കായേൻ, ആബേൽ എന്നിങ്ങനെ 2 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ കായേനായിരുന്നു മൂത്തവൻ. കായേൻ ആബേലിനെ കൊലപ്പെടുത്തുന്നു. ആബേലിൻ്റെ മരണശേഷം സേത്ത് എന്നൊരു മകൻ ജനിക്കുന്നു. ഇവർക്ക് പുറമെ വേറെ അനേകം പുത്രിമാരും പുത്രന്മാരും അവർക്ക് ഉണ്ടായിരുന്നു. കായേനും ആബേലും മാത്രമായിരുന്നു ആദത്തിന് ഹവ്വായുടെ മക്കളെന്നോ ഈ കായേനായിരുന്നു ഇവരുടെ ആദ്യത്തെ കൺമണി എന്നോ ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. ഇവരെ കൂടാതെ ആദത്തിനും ഹവ്വായ്ക്കും വേറെ മക്കളുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബൈബിൾ വിവരണങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രോണോളോജിക്കൽ നരേഷൻ അല്ല ബൈബിൾ ഒരിക്കലും തരുന്നത്. ഇവിടെ ആദത്തിൻ്റെയും ഹവ്വായുടെയും 2 മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വിവരിക്കുന്നു എന്ന് മാത്രം. എപ്പോഴാണ്, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും ബൈബിൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ആബേലിൻ്റെ മരണശേഷമാണ് ആദത്തിനും ഹവ്വായ്ക്കും സേത്ത് ജനിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദത്തിന് 130 വയസ്സായിരുന്നെന്നും ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലയളവിലായിരിക്കാം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മാത്രമേ അനുമാനിക്കാൻ സാധിക്കൂ. കായൻ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കുക: ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. അതായത് ആ ഒരു സമയത്ത് അവിടെ വലിയൊരു സമൂഹം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ തൻ്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. 15-ാം പുസ്തകം 16-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് ദർ വേർ നോ ഹ്യൂമൻ ബീയിങ്സ് എക്സെപ്റ്റ് ദോസ് ഹു ഹാഡ് ബീൻ ബോൺ ഓഫ് ദീസ് 2 men took their sisters for wives, an act which was certainly directed by necessity. മാത്രമല്ല, കായൻ ആരെയാണ് വിവാഹം കഴിച്ചതെന്ന ചോദ്യം മാത്രമല്ല, ഈ കായൻ്റെ വിവാഹം എപ്പോഴാണ് നടക്കുന്നത് എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ പ്രകാരം കായൻ്റെ വിവാഹം വളരെ മുൻപ് നടന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം ഇതാണ്: കായൻ തൻ്റെ സഹോദരിമാരിൽ ഒരാളെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ആയിരിക്കണം വിവാഹം കഴിച്ചിട്ടുണ്ടാകുക. എങ്ങനെ നോക്കിയാലും അതൊരു രക്തബന്ധത്തിലുള്ള വിവാഹം തന്നെയാണ്. പലപ്പോഴും ചോദ്യം ചോദിക്കുന്നവർക്ക് ഈ ഒരു ഉത്തരം നേരത്തെ അറിയാം. നിങ്ങളെ ഇൻസെസ്റ്റ് എന്ന ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാപ്പ്. ഈ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ കെണി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു വിഷയം ഡീൽ ചെയ്യാനായിട്ട്. എൻ്റെ നിരീശ്വരവാദികളായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ബൈബിളിലെ ഇൻസെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇതിലും വ്യക്തമായ വേറെ ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ഉം 12-ഉം വാക്യങ്ങളിൽ അബ്രാഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് പറയുന്നത് അവൾ തൻ്റെ സഹോദരിയാണെന്നാണ്. ഇതൊരു നുണയായിരുന്നില്ല കേട്ടോ. കാരണം സാറ അബ്രഹാത്തിൻ്റെ പിതാവിൻ്റെ മകൾ തന്നെയായിരുന്നു, എന്നാൽ അമ്മ വേറെയായിരുന്നു എന്ന് മാത്രം. അതായത് ഹാഫ് സിസ്റ്റർ. ഇതൊരു അലഗറിയാണെന്നോ ഉപമയാണെന്നോ ഒരു വിശ്വാസിയും വാദിക്കാൻ പോകുന്നില്ല. എന്നാൽ കായേൻ്റെ കഥ ഉൾപ്പെടെയുള്ള സൃഷ്ടി വിവരണങ്ങൾ ഒരു ആലങ്കാരികമായിട്ടുള്ള കഥയായിട്ടാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും കാണുന്നത്. അതുകൊണ്ട് ആദത്തിൻ്റെ മക്കളുടെ ഇടയിൽ മാത്രമല്ല, അബ്രാഹത്തിൻ്റെ കാലത്ത് പോലും രക്തബന്ധത്തിലുള്ള വിവാഹങ്ങൾ നടന്നിരുന്നു എന്നത് വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇൻസെസ്റ്റ് ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും പ്രശ്നമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം ദൈവം വിലക്കുന്ന അല്ലെങ്കിൽ ബൈബിളിൽ വിലക്കുന്നത് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലാണ്.
അതായത് അതുവരെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ളവരെയോ വിവാഹം കഴിക്കുന്നതിന് ബൈബിളിൽ തടസ്സമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, സ്വന്തം അമ്മയെ വിവാഹം കഴിക്കുന്നത് എല്ലാ കാലത്തും തെറ്റായിരുന്നു. ധാർമ്മികമായോ സാമൂഹികമായോ അതൊരിക്കലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും കായൻ സ്വന്തം അമ്മയായ ഹവ്വയല്ല വിവാഹം കഴിച്ചിട്ടുള്ളത്. പക്ഷേ സഹോദരിമാരിൽ ഒരാളെയോ അല്ലെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവം തെറ്റാണെന്ന് കൽപ്പിക്കുന്നത് കൊണ്ടാണോ ഒരു കാര്യം തെറ്റാകുന്നത് അല്ലെങ്കിൽ ശരിയാകുന്നത്? പ്രശസ്ത തത്വചിന്തകനായ സോക്രട്ടീസ് പ്ലേറ്റോയുടെ കൃതിയിൽ യൂത്തിഫ്രോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യം നല്ലതായത് കൊണ്ടാണോ ദൈവം അത് കൽപ്പിക്കുന്നത്, അതോ ദൈവം കൽപ്പിക്കുന്നത് കൊണ്ട് അത് നല്ലതാകുന്നതാണോ? യൂത്തിഫ്രോഡ് ഡിലമ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു യൂത്തിഫ്രോഡ് ഡിലമയെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. ഇതിന് എനിക്ക് നൽകാനുള്ള ഒരു ഷോർട്ട് ആൻസർ ഇതാണ്: ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ നേച്ചറിന് തന്നെ ചേരുന്നതല്ലാത്തതുകൊണ്ട് അത് സ്വയമേവ തിന്മയാകുന്നു. ഇൻട്രിൻസിക് ഈവിൾ എന്ന് പറയും. അത് ഏത് കാലത്തും ആർക്കും തെറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്വയമേവ തെറ്റായതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ വിലക്കുന്നു, മറ്റ് ചില കാര്യങ്ങൾ പോസിറ്റീവ് ലോ എന്ന് പറയും. ദൈവം വിലക്കിയത് കൊണ്ട് തെറ്റാകുന്നു. ആ കാര്യങ്ങൾ ദൈവം വിലക്കുന്നത് വരെ, അങ്ങനെ ഒരു ലോ, പോസിറ്റീവ് ലോ ഉണ്ടാകുന്നത് വരെ അത് തെറ്റല്ല. ചുരുക്കത്തിൽ കായൻ തൻ്റെ അമ്മയായ ഹവ്വായെ വിവാഹം കഴിച്ചിട്ടില്ല. കായൻ വിവാഹം കഴിക്കുന്നത് സ്വന്തം സഹോദരിമാരിൽ ഒരാളെ ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. മോശയുടെ നിയമങ്ങൾ വരുന്നതുവരെ ഇതൊരു തെറ്റായിരുന്നില്ല. ബൈബിളിൽ തീർച്ചയായും സഹോദരി വിവാഹം, ഇൻസെസ്റ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. അത് ലേവ്യ പുസ്തകത്തിലാണ്. തുടക്ക കാലഘട്ടത്തിൽ അതൊരു തിന്മയായിരുന്നില്ല, ഇതൊരു പ്രശ്നമായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.